യോഹന്നാൻ അധ്യായം 5. അതിനുശേഷം യഹൂദരുടെ ഒരു പെരുന്നാളിന് യേശു യെരുശലേമിലേക്ക് പോയി. ബെഥസ്ദ എന്ന അരാമ്യ ഭാഷയിൽ പേരുള്ള ഒരു കുളം യെരുശലേമിൽ ആട്ടുവാതിലിന് സമീപമുണ്ട്. അതിന് 5 മണ്ഡപങ്ങളുണ്ട്. അവയിൽ അന്ധർ, മുടന്തർ, തളർവാദം പിടിപെട്ടവർ എന്നിങ്ങനെ അവശരായ പലരും കിടന്നിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു ദൂതൻ ഇറങ്ങിവന്ന് വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം കുളത്തിലിറങ്ങുന്നവൻ ഏത് രോഗം ബാധിച്ചവനായാലും സൗഖ്യം പ്രാപിക്കും. 38 വർഷമായി രോഗിയായിരുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. യേശു അയാളെ കണ്ട് അയാൾ ഈ അവസ്ഥയിലായിട്ട് വളരെ കാലമായി എന്ന് മനസ്സിലാക്കി. അയാളോട്, സൗഖ്യമാകുവാൻ നീ ആഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. രോഗി മറുപടി പറഞ്ഞു, പ്രഭു, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലിറക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ ഇറങ്ങാൻ ചെല്ലുമ്പോഴേക്ക് എനിക്ക് മുൻപേ മറ്റാരെങ്കിലും ഇറങ്ങുന്നു. അപ്പോൾ യേശു അയാളോട്, എഴുന്നേറ്റ് കിടക്കയെടുത്തു നടക്കുക എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ആ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചു, കിടക്കയെടുത്ത് നടന്നു. ഇത് സംഭവിച്ചത് ഒരു ശബ്ബത്ത് ദിവസമായിരുന്നു. അതുകൊണ്ട് സൗഖ്യം പ്രാപിച്ച മനുഷ്യനോട് യഹൂദർ, ഇന്ന് ശബ്ബത്ത് ദിവസമാകുന്നു, കിടക്കയെടുക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞു. എന്നാൽ അയാൾ, എന്നെ സൗഖ്യമാക്കിയവൻ എന്നോട് കിടക്കയെടുത്ത് നടക്കുവാൻ പറഞ്ഞു എന്ന് മറുപടി നൽകി. അപ്പോൾ അവർ അയാളോട്, കിടക്കയെടുത്ത് നടക്കുവാൻ നിന്നോട് പറഞ്ഞ ആ മനുഷ്യൻ ആര് എന്ന് ചോദിച്ചു. യേശു അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിനിടയിലേക്ക് മാറിപ്പോയിരുന്നതുകൊണ്ട് അത് ആരായിരുന്നുവെന്ന് സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അറിഞ്ഞിരുന്നില്ല. പിന്നീട് യേശു അയാളെ ദേവാലയത്തിൽ വെച്ച് കണ്ട്, നോക്കൂ, നിനക്ക് സൗഖ്യം ലഭിച്ചല്ലോ. കൂടുതൽ തിന്മയായത് സംഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ പോയി തന്നെ സൗഖ്യമാക്കിയത് യേശുവാണെന്ന് യഹൂദരോട് പറഞ്ഞു. യേശു ശബ്ബത്തിൽ ഈ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് യഹൂദർ അദ്ദേഹത്തെ പീഡിപ്പിച്ചു. യേശു അവരോട് പറഞ്ഞു, എന്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. അങ്ങനെ ശബ്ബത്ത് ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് സ്വയം ദൈവത്തോട് സമനാക്കുകയും ചെയ്തതിനാൽ യഹൂദർ യേശുവിനെ കൊല്ലുവാൻ അധികം യത്നിച്ചു. യേശു അവരോട് പറഞ്ഞു, സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പുത്രനു തന്റെ പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ സ്വയം ഒന്നും ചെയ്യാൻ കഴിവില്ല. കാരണം പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രനും ചെയ്യുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും തന്റെ സകല പ്രവൃത്തികളും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇതിലും വലിയ കാര്യങ്ങളും അവിടുന്ന് അവനെ കാണിക്കും. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ പുത്രനും തനിക്കിഷ്ടമുള്ളവർക്ക് ജീവൻ നൽകുന്നു. തന്നെയുമല്ല, എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാവുകയില്ല. അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനായിരിക്കുവാൻ അവിടുന്ന് അവന് വരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധിക്കുള്ള അധികാരവും അവിടുന്ന് അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ ആശ്ചര്യപ്പെടരുത്. ശവക്കുഴികളിലുള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് പുറത്തുവരുന്ന സമയം അടുത്തിരിക്കുന്നു. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിക്കായും ഉയർത്തെഴുന്നേൽക്കും. എനിക്ക് സ്വയമായി ഒന്നും ചെയ്യാൻ കഴിവില്ല. ഞാൻ കേൾക്കുന്ന പ്രകാരം ന്യായം വിധിക്കുന്നു. എന്റെ വിധി നീതിയുള്ളതാണ്. എന്തെന്നാൽ ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ എന്നെക്കുറിച്ചു തന്നെ സാക്ഷ്യം പറഞ്ഞാൽ അത് സത്യമാവുകയില്ല. എനിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന മറ്റൊരാളുണ്ട്. എന്നെക്കുറിച്ചുള്ള അവിടുത്തെ സാക്ഷ്യം വാസ്തവമെന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ യോഹന്നാന്റെ അടുക്കൽ ആളയച്ചു. യോഹന്നാൻ സത്യത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. മനുഷ്യന്റെ സാക്ഷ്യം ഞാൻ സ്വീകരിക്കുന്നു എന്നല്ല, എന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിന് ഞാനിത് പറയുന്നു. യോഹന്നാൻ ജ്വലിച്ച് പ്രകാശിച്ച വിളക്കായിരുന്നു. അല്പസമയത്തേക്ക് അദ്ദേഹത്തിന്റെ പ്രകാശത്തിൽ ഉല്ലസിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെട്ടു. എന്നാൽ യോഹന്നാന്റെ സാക്ഷ്യത്തെക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട്. പിതാവ് എന്നെ ഏൽപ്പിച്ചതും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ പ്രവൃത്തികൾ തന്നെ പിതാവ് എന്നെ അയച്ചതിന് സാക്ഷ്യം വഹിക്കുന്നു. എന്നെ അയച്ച പിതാവ് തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും അവിടുത്തെ ശബ്ദം കേൾക്കുകയോ രൂപം കാണുകയോ ചെയ്തിട്ടില്ല. അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നതുമില്ല. അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. നിങ്ങൾ തിരുവെഴുത്തുകൾ ശ്രദ്ധയോടെ പഠിക്കുന്നു. അവയിൽ നിങ്ങൾക്ക്
നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അവ എന്നെക്കുറിച്ച് സാക്ഷ്യം വഹിക്കുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഞാൻ മനുഷ്യരുടെ ബഹുമാനം സ്വീകരിക്കുന്നില്ല. എന്നാൽ എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവസ്നേഹമില്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നുവെങ്കിലും നിങ്ങൾ എന്നെ അംഗീകരിക്കുന്നില്ല. എന്നാൽ മറ്റാരെങ്കിലും സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ കൈക്കൊള്ളും. ഏകദൈവത്തിൽ നിന്നുള്ള പുകഴ്ച അന്വേഷിക്കാതെ അന്യോന്യം പുകഴ്ച ഏറ്റുവാങ്ങുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കുവാൻ കഴിയും? എന്നാൽ ഞാൻ പിതാവിന്റെ മുമ്പിൽ നിങ്ങളെ കുറ്റം ചുമത്തും എന്ന് വിചാരിക്കേണ്ടതില്ല. നിങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന മോശയാണ് നിങ്ങളെ കുറ്റം ചുമത്തുന്നത്. നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നുവെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു. അദ്ദേഹം എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ടല്ലോ. എന്നാൽ അദ്ദേഹം എഴുതിയത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്റെ വാക്കുകൾ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും?